നമസ്തേ. മഹാമണ്ഡലേശ്വര വിദ്യാനന്ദ സരസ്വതി അഖണ്ഡ ഭാരത സനാതന സമിതി ദേശീയ അധ്യക്ഷൻ, കൊടജാദ്രി സംരക്ഷണ സമിതി അധ്യക്ഷൻ, മംഗലാപുരം പെരിയാവംശി മഠം, ശ്രീശൈലം ദേവി ക്ഷേത്ര തന്ത്രി. ഇന്ന് ശങ്കരജയന്തിയാണ്. എല്ലാവർക്കും ശങ്കരജയന്തിയുടെ ആശീർവാദങ്ങൾ. ജഗത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ഉദ്ഭവഹേതുവായ ശിവാവതാനായ ആദിജഗത് ഗുരു ശങ്കരാചാര്യ ഭഗവത്പാദ തപസ് ചെയ്ത ചിത്രമൂലയിലാണ് ഞങ്ങൾ എന്നുള്ളത്. ഇവിടെ ഒരു നീരുറവ നിങ്ങൾ കാണുന്നുണ്ടാവും. സൗവർണികയെക്കുറിച്ചും കൊടജാദ്രിയെക്കുറിച്ചൊക്കെ നിങ്ങൾ വളരെയേറെ കണ്ടതാണ്, നിങ്ങൾ പഠിച്ചതാണ്, നിങ്ങൾ കേട്ടതാണ്. സൗവർണിക തീർത്ഥം, ആ സൗവർണികയുടെ ഉദ്ഭവസ്ഥാനമാണ് ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ ചിത്രമൂല. ഈ മലമുകളിൽ നിന്ന് അരുവികളായിട്ട് ശിവൻ്റെ ജടയിൽ നിന്ന് ഒഴുകി വരുന്നത് പോലെ, ഗംഗ ഒഴുകി വരുന്ന പോലെ സൗവർണികയിലേക്ക് ഒഴുകി വരുന്ന ഈ തീർത്ഥജലമാണ് ഇന്ന് ഏറ്റവും ശ്രേഷ്ഠമായ സൗവർണിക തീർത്ഥമായി കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കൂടി ദേവിയുടെ ആറാട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ക്ഷേത്രത്തിലെ പുണ്യനദി. ഇതിന് താഴെ അംബാവനം, ഇവിടെ നിന്ന് മേലെ പോയി കഴിഞ്ഞാൽ ശങ്കരാചാര്യ തപോസ്ഥാനമായ സർവജ്ഞപീഠം എന്ന് പറയുന്ന സ്ഥലം. പ്രതിവർഷവും അവിടെ മംഗലാപുരം വംശി മഠത്തിൻ്റെയും കൊടജാദ്രി സംരക്ഷണ സമിതിയുടെയും ആഭിമുഖ്യത്തിൽ ശ്രീചക്ര നവാഹന ഹോമങ്ങളും പൂജയും ഗുരുപൂജയും അതൊക്കെയാണ്. വിദ്യാനന്ദ സരസ്വതി കൂടാതെ മാതാശ്രീ ഓം ശ്രീ ശിവജ്ഞാനമയി സരസ്വതി, കൊടജാദ്രി സംരക്ഷണ സമിതി മുഖ്യ കാര്യദർശിയായ നമ്മുടെ കൊടജാദ്രി പ്രകാശ് എന്നിവരും ഇന്ന് ഈ ഹോമത്തിൻ്റെയും പൂജാ കാര്യക്രമങ്ങളിൽ ഭാഗവാക്കായിട്ടുണ്ട്. എല്ലാവർക്കും പ്രസാദ വിണങ്ങളൊക്കെ പ്രകാശനാണ് ചെയ്തത്. അതുപോലെ ഹോമത്തിന് വേണ്ട എല്ലാ സാധന സാമഗ്രികളും ഇവിടെ തയ്യാറാക്കിയതും പ്രകാശനാണ്. കൊടജാദ്രി മൂലസ്ഥാനവും അതുപോലെ ശങ്കരാചാര്യ തപോസ്ഥാനവും അതേ പവിത്രയോട് സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ രൂപീകരിക്കപ്പെട്ട ട്രസ്റ്റാണ് കൊടജാദ്രി സംരക്ഷണ സമിതി ട്രസ്റ്റ്. നമ്മുടെ സംസ്കൃതിയും നമ്മുടെ ആചാരവും സംരക്ഷിക്കുന്നതിന് നമ്മൾക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ള ജ്ഞാനവും വിവേകവും എല്ലാ അമ്മമാർക്കും, എല്ലാ അച്ഛന്മാർക്കും, അതുപോലെ എല്ലാ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ജഗദീശ്വരനോടും ജഗത് മാതാവിനോടും എല്ലാവർക്കും നല്ല ബുദ്ധിയും നമ്മുടെ രാഷ്ട്രവും ധർമ്മവും സംരക്ഷിക്കുവാനുള്ള എല്ലാ ജ്ഞാനവും നമ്മുടെ ഭാരത ഗവൺമെൻറ്റിനും നൽകണമെന്ന് ഈ ചിത്രമൂല സന്നിധിയിൽ വെച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.